ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ. പെരുന്നാളായിട്ട് ചെറിയൊരു മധുരമായാലോ? റവ കൊണ്ട് നമ്മൾ സാധാരണ സ്വീറ്റായിട്ട് കേസരി, പിന്നെ തരിക്കഞ്ഞി, റവ ലഡു ഇതൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ. ഇന്ന് ഞാൻ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യാസത്തിൽ റവ കൊണ്ട് നല്ലൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്കിത് ഉണ്ടാക്കാം. മുംബൈയിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള അഫ്ലാത്തൂൻ എന്ന സ്വീറ്റിൻ്റെ സെയിം റെസിപ്പിയാണ് കേട്ടോ ഇത്. ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്വീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ എന്നും പറയുന്ന പോലെ തന്നെ പുതുതായി എൻ്റെ വീഡിയോ കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും പ്ലീസ് വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ആദ്യം ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായാൽ ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ കുറച്ചധികം നെയ്യ് തന്നെ നമ്മൾ എടുക്കണം. കൃത്യമായിട്ടൊരളവ് പറയുകയാണെങ്കിൽ ഒരു കപ്പ് റവയ്ക്ക് 1/2 കപ്പ് നെയ്യെങ്കിലും വേണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടൂ. 1/2 കപ്പ് റവ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ 1/4 കപ്പ് നെയ്യ് മതിയാകും. ഈ റവ നെയ്യിൽ 2-3 മിനിറ്റ് നല്ല പോലെ ഒന്ന് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ചെറിയ അളവിൽ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. 1/2 കപ്പ് റവ വെച്ചുണ്ടാക്കുമ്പോൾ വേണ്ട ചേരുവകളുടെ അളവ് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നല്ല പോലെ ഇളക്കി കൊടുക്കണം. 2-3 സ്റ്റെപ്പ് മാത്രമുള്ള ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ. പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം എടുത്തിട്ട് ക്ഷമയോട് കൂടെ തന്നെ ചെയ്യണം. വേഗമാവാൻ വേണ്ടി ഫ്ലെയിം കൂട്ടി വെച്ച് ചെയ്താൽ റവയും പാൽപ്പൊടിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇളക്കി പഞ്ചസാര കാരമലായി വരുമ്പോഴാണ് റവയുടെ കളർ മാറുക. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇതിന് കേസരിയേക്കാൾ വളരെയധികം വ്യത്യാസമായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്. കുക്കിംഗ് മെത്തേഡൊക്കെ ഏകദേശം കേസരി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, പക്ഷേ ടേസ്റ്റ് വളരെയധികം ഡിഫറെൻ്റ് ആണ്. അത് കഴിച്ച് തന്നെ അറിയണം. ലോ ഫ്ലെയിമിലായതുകൊണ്ട് അത്യാവശ്യം സമയമെടുക്കും കളർ ചേഞ്ച് ആയി വരാൻ. ഇതിൻ്റെ കളർ ഇപ്പോൾ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാല് ചേർക്കാം. പിന്നെ ബദാം, അണ്ടിപ്പരിപ്പ്, നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് ബദാം ചോപ്പ് ചെയ്തതാണ് ചേർക്കുന്നത്. പിന്നെ ഏലക്കായ പൊടിച്ചത് 1 നുള്ളി ചേർത്ത് കൊടുക്കാം. ബദാം അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് റവ ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് നെയ്യിലൊന്ന് വറുത്തെടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ റോസ്റ്റഡ് ബദാമാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ആണ് കേട്ടോ ഞാൻ ബദാം വറുക്കാത്തത്. ഇനി പാല് നമുക്ക് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാം. പാലൊക്കെ നന്നായി വറ്റി വന്നാൽ ഇത് ഏകദേശം ഒരു ഹൽവയുടെ ടെക്സ്ചറിലൊക്കെയാണ് ഉണ്ടാവുക. പക്ഷെ നല്ലോണം ചൂടൊക്കെ ആറി ഫ്രിഡ്ജിൽ വെച്ചാൽ മുറിച്ചെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ ഡ്രൈ ആകും. അപ്പോൾ കഴിക്കാനായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾക്കിതിൻ്റെ ചേരുവകൾ കണ്ടാൽ അറിയാൻ പറ്റും. നമ്മൾ സാധാരണ നാട്ടിലെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഹൽവയേക്കാൾ കിഡിലൻ ടേസ്റ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് തന്നെയാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ സ്വീറ്റ് ഇത്രയും ഫേമസ് ആയത്. അവരിതിൽ പാൽ വറ്റിച്ചുണ്ടാക്കുന്ന മാവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേരുവ കൂടെ ചേർക്കും. അതിന് പകരമായിട്ടാണ് കേട്ടോ നമ്മളിതിൽ പാൽപ്പൊടി ചേർത്തത്. ഇതിപ്പോൾ പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ചൂടോടെ കൂടെ തന്നെ നെയ്യ് പുരട്ടിയ ഒരു ട്രേയിലേക്ക് മാറ്റാം. അതിന് മുകളിലായിട്ട് ക്രഷ് ചെയ്ത ബദാം, അണ്ടിപ്പരിപ്പൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തണുപ്പിച്ച് കുറച്ച് ഹാർഡായിട്ട് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ല ഹൽവയുടെ ടെക്സ്ചറിൽ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും കഴിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റായി അറിയിക്കുക. ഒപ്പം തന്നെ എൻ്റെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്കും കമൻറ്റായി തന്നെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലെ ഈസിയും ടേസ്റ്റി വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.